നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മറ്റാരുമായിരിക്കില്ല, കണ്ണൂരിൻ്റെ ഗർജിക്കുന്ന സിംഹം കെ സുധാകരൻ തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ കെ സുധാകരനെ നേരിടാൻ ഒരു കരുത്തനായ അല്ലെങ്കിൽ കരുത്തയായ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് CPM-ന് തോന്നുക സ്വാഭാവികമാണ്. കാരണം കെ സുധാകരനെ കണ്ണൂർ മണ്ഡലത്തിൽ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. കെ സുധാകരൻ്റെ കൈവെള്ളയിലാണ് കണ്ണൂർ അസംബ്ലി മണ്ഡലം. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹം ഇതുവരെ തോറ്റിട്ടില്ല. അദ്ദേഹം ഒരിക്കൽ തോറ്റത് PK ശ്രീമതിയോട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ഇത്തവണ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കുക കണ്ണൂർ അസംബ്ലി മണ്ഡലമായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന കണ്ണൂർ അസംബ്ലി മണ്ഡലം 2 തവണ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവിടെ നിന്ന് ജയിച്ചു. ഇനി കടന്നപ്പള്ളിക്കൊന്നും അവിടെ സീറ്റ് കൊടുക്കില്ല. ആ സീറ്റ് CPM ഏറ്റെടുക്കും. എന്നിട്ട് CPM-ന്റെ കരുത്തനായ അല്ലെങ്കിൽ കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ മത്സരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ CPM-ന്റെ കണ്ണൂരിലെ പുതിയ സ്ത്രീമുഖമായ N. സുകന്യ CPM സ്ഥാനാർത്ഥിയായി കെ സുധാകരനെതിരെ മത്സരിക്കുമെന്നുള്ള സൂചനകൾ ശക്തമാവുകയാണ്. സുകന്യ പുതിയ നേതാവല്ല, SFI കാലം മുതലുള്ള നേതാവാണ്. മുൻ MLA തളിപ്പറമ്പ് MLA ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യയാണ്. CPM-ൽ ഒട്ടനവധി സ്ഥാനങ്ങൾ വഹിക്കുന്ന വളരെ കരുത്തയായ നേതൃശേഷിയുള്ള ഒരു വനിതാ നേതാവാണ് സുകന്യ. അതുകൊണ്ട് സുകന്യയെ തന്നെ രംഗത്തിറക്കാനുള്ള ഒരു നീക്കം CPM എടുത്തു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് മത്സരിക്കും എന്നുള്ള കാര്യം UDF കേന്ദ്രങ്ങളും കോൺഗ്രസ് കേന്ദ്രങ്ങളും തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. കാരണം സുധാകരൻ ഒരു സീറ്റ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ പിന്നെ അതിൽ മറിച്ചൊരു വാക്ക് AICC-ക്കോ KPCC-ക്കോ ഒന്നുമില്ല. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത് സുധാകരൻ്റെ ഒരു ശിഷ്യനും ഒരു ആശ്രിതനുമാണ്. കാരണം സുധാകരനാണ് അദ്ദേഹത്തെ DC പ്രസിഡന്റ് ആക്കിയതും MLA സീറ്റ് കൊടുത്തതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് സണ്ണി ജോസഫ് അല്ലെങ്കിൽ KC വേണുഗോപാൽ, VD സതീശൻ ഇവർക്കൊന്നും കെ സുധാകരൻ ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ എതിർക്കാൻ കഴിയില്ല. മാത്രമല്ല കണ്ണൂരിൽ സുധാകരൻ വിചാരിച്ചാലേ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കൂ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് സുധാകരനെ അങ്ങനെ ഇവരാരും പണക്കില്ല. കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന് സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തെയും കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും അറിയിച്ചു കഴിഞ്ഞു. MP ആയിരിക്കുന്നയാൾ നിയമസഭയിലേക്ക് മത്സരിക്കണോ എന്നൊക്കെയുള്ള ചോദ്യം ഉയർന്നു വരുമെങ്കിലും കെ സുധാകരൻ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുത്താൽ പറ്റും. കണ്ണൂരിൽ ലോക്സഭയിലേക്ക് വേറൊരാളെ തപ്പേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അടൂർ പ്രകാശ് മത്സരിച്ചേക്കാം, ഒരുപക്ഷെ ഹൈബിയുടെ വരെ മത്സരിച്ചേക്കാം. ഇതൊക്കെ ഈ നമ്മൾ അനുമാനങ്ങളിലെ ഒരു ആകത്തുകയാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഏതായാലും കെ സുധാകരനെതിരെ CPM രംഗത്തിറക്കുന്നത് വളരെ മിടുക്കിയായ കരുത്തയായ സുകന്യയെ തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ആ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും CPM ഒരുക്കമല്ല. കണ്ണൂർ സീറ്റിൽ സുധാകരന് കരുത്തയായ ഒരു എതിർ സ്ഥാനാർത്ഥി വേണമെന്ന CPM-ന്റെ തീരുമാനമാണ് സുകന്യയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സുകന്യയെ പോലൊരാൾ മത്സരിച്ചാൽ മാത്രമേ ഈ സുധാകരൻ്റെ തേരോട്ടത്തിന് അവിടെ തടയിടാൻ കഴിയുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസം CPM ജില്ലാ നേതൃത്വത്തിനും CPM സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. കാരണം അവരുടെ ഭർത്താവ് ജെയിംസ് മാത്യു ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അവധിയെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഇനി പാർട്ടിയിൽ തൽക്കാലം സജീവമാകുന്നില്ല, താൻ പാർട്ടിയിൽ നിന്ന് അവധിയെടുക്കുന്നുവെന്ന് അറിയിച്ചു. അദ്ദേഹം തളിപ്പറമ്പ് MLA ആയിരുന്നു, അതെങ്കിലും അദ്ദേഹം അറിയിച്ചു. അതസ്ഥിതി എന്നാൽ സുകന്യ അവിടെ സജീവമാണ്. കണ്ണൂർ കോർപ്പറേഷൻ ഇലക്ഷനിലൊക്കെ നിന്ന് ജയിച്ച് സുകന്യ വളരെ സജീവമാണ്. ഇപ്പോഴും പാർട്ടി സജീവമായ നേതൃരംഗത്തുണ്ട്. SFI മുതൽ സജീവമായ നേതൃരംഗത്തുള്ള സുകന്യയെ തന്നെ ഈ കെ സുധാകരനെതിരെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആ സീറ്റ് നിലനിർത്താൻ കഴിയും, ഇടതുമുന്നണിക്ക് നിലനിർത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾക്കുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സുധാകരൻ മത്സരിച്ചാലും അതിൽ സുധാകരൻ മത്സരിക്കുമ്പോൾ സുധാകരനെതിരെ വരുന്നത് ഏതായാലും ചീള് കേസുകളൊന്നും ആയിരിക്കില്ല. CPM കൃത്യമായിട്ട് കരുത്തിയായ അവരുടെ നേതാവിനെ തന്നെ രംഗത്തെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.